കൊടിസുനിയുടെ പരോളിനെ ന്യായീകരിച്ച് പി ജയരാജൻ. പരോൾ നൽകിയതിൽ എന്ത് മഹാപരാധമെന്ന് ജയരാജൻ. രാഷ്ട്രീയ ആയുധമാക്കി UDF. പരോൾ റദ്ദാക്കാൻ കെ രമ കോടതിയിലേക്ക്. കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ച മഹാരാഷ്ട്ര മന്ത്രിക്കെതിരെ രൂക്ഷ പ്രതിഷേധം. നിതേഷ് റാണയുടെ വാക്കുകൾ കേരളത്തോടുള്ള സംഘപരിവാർ മനോഭാവമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ CPM നേതാക്കൾ പറയുന്നത് പോലെയെന്ന് VD സതീശൻ. നിതേഷിനെ അയോഗ്യനാക്കണമെന്ന് KC വേണുഗോപാൽ. 6 മണിയായപ്പോൾ ഞങ്ങൾ സെഡേഷനുള്ള ഡോസ് മരുന്നിൻ്റെ ഡോസ് ഇത്തിരി കുറച്ചു. പ്രതികരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ചത്. 7 മണിയായപ്പോൾ മാഡം അവേക്കായി. ഷെയ്ക്ക് ഹാൻഡ് മുറുക്ക പിടിക്കാൻ പറഞ്ഞപ്പോൾ മുറുക്ക പിടിച്ചു. അപ്പോൾ തലച്ചോറ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ക്ഷതങ്ങളിൽ നമുക്കൊരു ചെറിയ പുരോഗതി എന്തായാലും ഉണ്ട്. ഉമ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. MLA കണ്ണു തുറന്നു, കൈകാലുകൾ അനക്കി. ശ്വാസകോശത്തിലെ അണുബാധ കുറയ്ക്കാൻ തീവ്ര ശ്രമം. വെന്റിലേറ്ററിൽ തുടരേണ്ടി വരുമെന്ന് ഡോക്ടർമാർ. സംഘാടകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദീകരണം തേടി ഹൈക്കോടതി. നിക്ഷേപം തിരികെ കിട്ടാത്തതിന് ആത്മഹത്യ ചെയ്ത സാബു തോമസിനെ പരിഹസിച്ച് MM മണി. സാബുവിന് മാനസിക പ്രശ്നമുണ്ടായിരുന്നോ എന്ന് നോക്കണമെന്ന് മണി. ഭീഷണിപ്പെടുത്തിയ സൊസൈറ്റി ഭാരവാഹികൾക്ക് മണിയുടെ പിന്തുണ. സാബുവിന്റെ 15 ലക്ഷം ബാങ്ക് തിരികെ നൽകി. നമ്മൾ 28-ാം തീയതി വീണ്ടും കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിതാ സിവിയർ നേച്ചറായി പെടുത്തിയിട്ടുണ്ട് എന്ന് 5 മാസത്തിന് ശേഷം തുടർച്ചയായി കേരളം നടത്തിയിട്ടുള്ളൊരു ആവശ്യം അംഗീകരിക്കാൻ ഉള്ള സ്ഥിതി ഉണ്ടായി. നമുക്ക് ഇതൊരു 2 മാസത്തിനുള്ളിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗുണമുണ്ടായേനെ. വയനാട് ഉരുൾപൊട്ടൽ തീവ്ര ദുരന്തമാക്കിയാൽ മാത്രം പോരെന്ന് റവന്യൂ മന്ത്രി. കേരളം ആവശ്യപ്പെട്ട 3400 കോടിയുടെ സഹായം നീട്ടിക്കൊണ്ടു പോകുന്നുവെന്നും മന്ത്രി. പുതിയതായി 1 രൂപ പോലും കിട്ടില്ല. പുതിയ പ്രഖ്യാപനം ഭാവിയിൽ MB ഫണ്ട് വിനിയോഗിക്കാനും കേന്ദ്ര ഏജൻസികളുടെ സഹായങ്ങൾക്കും ഉപകരിക്കുമെന്ന് വിലയിരുത്തൽ. ിരിക്കണമെന്ന് ആജ്ഞാപിക്കാൻ തമ്പുരാക്കന്മാരുടെ കാലമൊന്നുമല്ല. അങ്ങനെ പറയേണ്ട കാര്യമൊന്നും സംബന്ധിച്ചില്ല. ആ സുഹൃത്തിന് ആരാന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ആരാണ്. ഞാൻ അന്വേഷിച്ചിട്ടില്ല. എനിക്ക് അന്വേഷിക്കാൻ ഒരുപാട് ഞാൻ അന്വേഷിക്കാനേ പോകുന്നില്ല. പക്ഷെ അതൊരു ആക്ഷേപമാണ് കേരളം മൊത്തം ശ്രദ്ധിക്കാൻ വേണ്ടി. വായിൽ തോന്നിയത് പറയുന്നുവെന്ന പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ വിമർശനത്തിന് പരസ്യമായ മറുപടി നൽകി G സുധാകരൻ. മിണ്ടാതിരിക്കാൻ തമ്പുരാന്റെ കാലമല്ല, അപമാനിക്കാൻ പറഞ്ഞു പറയിപ്പിച്ചതാണെന്ന് സുധാകരൻ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ 8ാം കിരീടം ലക്ഷ്യമിട്ട് കേരളം. ഫൈനലിൽ ഇന്ന് ബംഗാളിനെ നേരിടും. ഫൈനൽ രാത്രി 7:30.